ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മസാല ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ. ഇത് ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ സ്നാക്കിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കോഴിമുട്ടയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 or 3 മുട്ട എടുത്തിട്ട് ചെയ്യുക. ഈ മുട്ട ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ളി ചേർത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളി കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. ഇത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഗാർലിക് പൗഡർ ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ വെജിറ്റബിളും മുട്ടയും കൂടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി നമുക്ക് സാധാരണ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബട്ടറോ ഓയിലോ നെയ്യോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമ്മളിതുപോലെ മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തിട്ട് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിളിൻ്റെ ആ പീസസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നിരത്തി കൊടുത്താൽ മതി. നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ടോസ്റ്റാണ് കേട്ടോ. വെറുതെ നമ്മൾ ബട്ടർ തേച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ മുട്ടയിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ലേ, ഇതുപോലെ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രഞ്ച് സോസിൻ്റെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് അളന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 4 കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. വലിയ ഉള്ളി ചേർത്താൽ നമുക്ക് ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളകൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മൾ വറ്റൽമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നല്ല സ്പൈസി ആവണം എന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് മുളക് ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ്. കൂടുതൽ മുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കുകളാവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു ഫുൾ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലൈസ് ബ്രെഡ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ
വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് മുക്കി പൊരിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ടോസ്റ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മാത്രം മതി. ഇനി ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഓരോ കഷ്ണം ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നും തവയിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. സാധാരണ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നത് മുട്ടയും പഞ്ചസാരയും ഏലക്കയൊക്കെ ഇട്ടിട്ട് ആ ഒരു മിക്സിൽ മുക്കിയിട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം തവയിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. എന്താ വെച്ചാൽ മുട്ട അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിത് എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. നെയ്യോ ബട്ടറോ നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചില്ലി ടോസ്റ്റ്. അപ്പോൾ നല്ല സ്പൈസി ആവണം എന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് മുളക് ചേർത്താൽ മതി. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയും കൊണ്ടാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. മുട്ടയില്ലാണ്ട് ഒരു ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. അധികാരം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യാണ്. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് സ്ലൈസസ് മുഴുവൻ എടുത്തിട്ട് നമുക്കിതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഒഴിവാക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് പൊടിച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ എന്ത് ആവശ്യത്തിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഇനിയൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണം വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ കസ്റ്റാർഡിൻ്റെ പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റാർഡ് ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏലക്ക അങ്ങനത്തെ ഫ്ലേവറൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ മുട്ട ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാറുള്ളത്. നമ്മൾ മുട്ട ഇല്ലാണ്ട് ചെയ്യുന്ന നല്ലൊരു ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. ഇനി ഈ സ്ലൈസസ് നമുക്കിതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ബ്രെഡ് പൊരിക്കുന്ന പോലെ തന്നെയാണ് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. കാണാനും നല്ല കളറുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് പാനിലോ തവയിലോ ഇതുപോലെ നമുക്കൊന്ന് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് നെയ്യോ ബട്ടറോ തന്നെ ചേർക്കുക കേട്ടോ. അതിന് മുകളിലായിട്ടും കുറച്ച് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. ഓയിൽ ചേർത്ത് കൊടുക്കരുത്. ഓയിലാവുമ്പോൾ അത്രയും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടിക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്യാരമലാവും ചെയ്യും. നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. പുറം ഭാഗം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 ഭാഗത്ത് ഇതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ആ ചൂട് കടന്നിട്ട് തന്നെ ആ പഞ്ചസാര ചെറുതായിട്ടൊന്നിങ്ങനെ ക്യാരമലായിട്ട് വരും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ബ്രെഡൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ സാധാരണ മുട്ട വെച്ചിട്ട് ബ്രെഡ് പൊരിക്കുന്നതിന് പകരം ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ബ്രെഡ് പൊരിച്ചതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. അത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അതുപോലെ തിരക്കിട്ട സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ബ്രെഡ് പൊരിച്ചത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ.
ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മിക്സിയിലാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബൗളിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ ചിരകിയിട്ട് നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. തേങ്ങാപ്പാൽ തന്നെ എടുക്കുക കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കര അല്ല കേട്ടോ, ശർക്കര ഒന്ന് ചിരകി എടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ചേർക്കുക. കുറച്ച് മധുരം വേണ്ടവർ കുറച്ച്, അങ്ങനെ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ ഏലക്കായും മുട്ട തേങ്ങാപ്പാൽ എല്ലാം ഒരു നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് ഉരുക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, വെള്ളം കൂടി പോകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടിച്ചെടുത്ത് ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് എത്രത്തോളം എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവിലൊക്കെ മാറ്റം വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഒരു മുട്ട എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അതുപോലെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അതിലൊന്നും ടേസ്റ്റിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ബ്രെഡ് എങ്ങനെ പൊരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തെടുക്കേണ്ടത്. സാധാരണ നമ്മൾ ബ്രെഡ് പൊരിക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണല്ലോ ചെയ്യാറുള്ളത്. ശർക്കര ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ. ഇനി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ തന്നെ എടുക്കുക കേട്ടോ, ഓയിൽ എടുക്കരുത്. ബട്ടറിലോ നെയ്യിലോ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. കൂടുതൽ ബട്ടറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ട് പാനിലൊന്ന് തടവി കൊടുത്താലും മതി കേട്ടോ. ഒരുപാട് നെയ്യും ബട്ടറൊന്നും വേണ്ടെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ നമ്മുടെ മുട്ടയുടെ ഈ ഒരു മിക്സിൽ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഓരോ സ്ലൈസസ് ഇതുപോലെ തന്നെ തവയിലേക്ക് വെച്ച് കൊടുക്കാം, പാനിലേക്ക്. ഏത് ചട്ടിയിൽ വേണമെങ്കിലും ചെയ്യട്ടോ, നിങ്ങൾക്ക് ദോശക്കല്ലിലോ പാനിലോ. നമ്മൾ സാധാരണ ബ്രെഡ് പൊരിക്കാറില്ലേ, എല്ലാവരും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ് ബ്രെഡ് പൊരിച്ചത് കേട്ടോ. കുട്ടികളൊക്കെ എന്ത് പറയണേലും പെട്ടെന്ന് മുട്ടയെ കണ്ട് അടിച്ചെടുക്കുക, നമ്മൾ ബ്രെഡ് സ്ലൈസ് ആക്കുക, പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ 2 ഭാഗം റെഡിയാകുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട ബട്ടർ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ദോശക്കല്ലിലൊക്കെ എണ്ണ പുരട്ടണത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് തിരക്കൊക്കെയുള്ള സമയമാണെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടാറില്ല. ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നുണ്ട് ബ്രെഡൊക്കെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റും കൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.